മുല്ലപ്പെരിയാർ ഡാമിന്റെ 2011 റോബോട്ടിക് അണ്ടർ വാട്ടർ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ വെച്ചിട്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഡാം ഡീകമ്മീഷൻ ചെയ്യണ്ടേ? 40 വർഷം മുമ്പ് ഈ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തിയിരുന്നെങ്കിൽ സുപ്രീം കോടതി ഡീകമ്മീഷൻ ചെയ്യാൻ പറഞ്ഞാൽ. ROV സ്റ്റഡിയിൽ എന്ന് വെച്ചാൽ 300ഓളം CD എടുത്തതിൽ 290 CD ഇവർ ഭയപ്പെട്ടു പോയി. ഭയങ്കര ഒരു ട്രക്ക് കയറ്റി നിർത്താൻ മാത്രമുള്ള പദോൾസ് ഉണ്ട്, ക്രിവൈസസ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽസ് റിസർച്ച് സ്റ്റേഷന്റെ ഒരു റിപ്പോർട്ടാണ്. സർക്കാർ പുറത്തു വിടാത്തത് അവർക്ക് താല്പര്യമില്ല, ജനങ്ങൾ അറിയാൻ. അതാണ് ഇത് പുറത്തറിയാത്തത്. ഇത് സർക്കാർ കൊണ്ടൊന്നും സുപ്രീം കോടതി ഹാജരാക്കിയിട്ടില്ല. അങ്ങനെ ഹാജരാക്കിയെങ്കിൽ ജനങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ സാധനം അവിടെ ഉണ്ട്. സർ, ഇതിപ്പോ ROV റിമോട്ട് ഓപ്പറേറ്റ് വെഹിക്കിൾ വഴിയാണ് ഈ ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. ആ ഒരു റോബോട്ടിക് മെഷീനെ പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? അതായത് ആ ചിത്രങ്ങളിൽ തന്നെ നമുക്ക് സയൻസ് അറിയാവുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഈ റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. റിയൽ റിപ്പോർട്ട് കൊടുക്കാതെ ഒരു ഫേക്ക് റിപ്പോർട്ട്, ഒരു മാനിപ്പുലേറ്റഡ് റിപ്പോർട്ട്, അൺസയന്റിഫിക് റിപ്പോർട്ടാണ് സുപ്രീം കോടതിയിൽ അവർ കൊടുത്തത് ത്രൂ എംപവേർഡ് കമ്മിറ്റി. ആ എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട് ഈസ് എ മാനിപ്പുലേറ്റഡ് വൺ, എ ഫേക്ക് വൺ, ആൻഡ് അൺസയന്റിഫിക് വൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലെ എല്ലാ മാനിപ്പുലേഷൻസും നമ്പർ ചെയ്ത് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊരു പ്രാവശ്യം തകർന്നു പോയത് ഈ ഡാം 1924 തകർന്നതാണ്. 99 വെള്ളപ്പൊക്കത്തിലെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ മുല്ലപ്പെരിയാർ ഡാമിൻ്റെതാണ്. 2 സ്ലൂയിസ് ഗേറ്റുകൾ പാടെ തകർന്നുപോയി. അതുകൊണ്ടാണ് കേരളം മുഴുവൻ നശിച്ചു പോയത്. ടോട്ടൽ അനിഹിലേഷൻ ആയിരുന്നു. ഒരു മനുഷ്യ നിർമ്മിതിക്കും മനുഷ്യന്റെ ആയുസേ പാടുള്ളൂ. ഏത് മനുഷ്യ നിർമ്മിതിക്കും ഒരു മനുഷ്യന്റെ മാക്സിമം ആയുസേ പാടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നിർത്തുന്നത് വിഡിത്താണ്. ഇങ്ങനെയുള്ള രാജ്യത്ത് നിന്നുകൊണ്ടാ ഞാൻ ഈ ചോദ്യം ചോദിക്കണമെന്ന് അറിയോ? സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഒരു കുഴപ്പമില്ലാന്ന് സർട്ടിഫൈ ചെയ്ത 50 ഡാം, 50 ഏറെ ഡാമുകൾ തകർന്ന ഒരു രാജ്യത്ത് നിന്നാണ് ഞാൻ പറയണേ. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിന്റെ അടിയിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. ഞാൻ പറയണത് എന്നെ ഒറ്റയ്ക്കാക്കി വിടരുതെന്നാണ്. നിങ്ങളും കൂടെ നിന്നാൽ എന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കും. ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ എന്താ സംഭവിക്കുക? എത്ര ലക്ഷം ആൾക്കാരായിരിക്കും മരിക്കാൻ? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഒരു ഫാക്ടറി ഇതിന്റെ അടിയിലെ പൊട്ടിയാൽ മതി. ബെൻസീനോ ഈതേനോ ഉള്ള വിഷവാതകം സംഭരിച്ചു വെച്ചിരിക്കുന്നത് ഒരു കാറ്റടിക്കുന്നിടത്തൊക്കെ ജനങ്ങൾ ഭോപ്പാൽ ട്രാജഡി പോലെ വീഴും.